നമസ്കാരം, പെൺവോട്ടിലേക്ക് സ്വാഗതം. എല്ലാ കലാപങ്ങളും നടത്തുന്നവർക്ക് അതിൻ്റെതായ ന്യായങ്ങളുമുണ്ട്. അത് രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രമല്ല, ജാതിയുടെയും മതത്തിന്റെയും ചിലപ്പോൾ ആചാര സംരക്ഷണത്തിന്റെ വരെ അതിലുൾപ്പെടും. ഇതെല്ലാം കൂടിക്കുഴഞ്ഞ് രാഷ്ട്രീയത്തിൽ എന്തിനാണ് ഇത്രയേറെ മതചിന്ത എന്ന ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ ചോദ്യം തന്നെയാണ് പെൺവോട്ട് ഈ എപ്പിസോഡിൽ ചോദിക്കുന്നതും. വടക്കൻ മലബാറിൽ ആ ചോദ്യം പോളിംഗ് ബൂത്തിലെത്തുന്ന സ്ത്രീ വോട്ടർമാരെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? സ്വാഗതം പെൺവോട്ടിലേക്ക്. അതിഥികളെ പരിചയപ്പെടുത്താം. CPI നേതാവ് ശ്രീമതി PP ദിവ്യ, കോൺഗ്രസ് നേതാവ് ശ്രീമതി സുകന്യ ബാലകൃഷ്ണൻ, ഒപ്പം BJP നേതാവ് അനിയമ്മ രാജേന്ദ്രൻ. ആദ്യം ശ്രീമതി PP ദിവ്യ, ശബരിമല അതൊരു വിഷയമാണ്. ഒപ്പം BJP പോലുള്ള ഒരു പാർട്ടിയുടെ വളർച്ച. വടക്കൻ മലബാറിൽ ഇത് എത്രത്തോളം നിർണായകമാകും? ഈ വിഷയങ്ങളെല്ലാം എത്രത്തോളം പോളിംഗ് ബൂത്തിലെത്തുന്ന സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കും എന്ന ചോദ്യമാണ്. രാഷ്ട്രീയത്തിൽ എന്തിനാണ് ഇത്രയധികം മതചിന്ത ആവശ്യം എന്നുള്ളൊരു സമകാലീന സാഹചര്യങ്ങൾ ഉയർത്തേണ്ട ഒരു ചോദ്യം കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു. 2016 RSSന്റെ BJPയുടെ നേതൃത്വം പുറത്തിറക്കിയൊരു പ്രമേയമുണ്ട്. ആ പ്രമേയത്തിൽ RSS പറയുന്നൊരു കാര്യം, ശബരിമല സ്ത്രീ പ്രവേശനത്തോട് ഞങ്ങൾ അനുകൂലിക്കുന്നു എന്നുള്ളതാണ്. കുമ്മനം രാജശേഖരനും BJPയുടെ നേതാക്കന്മാരെല്ലാം തന്നെ, കോൺഗ്രസിന്റെ ഉൾപ്പെടെ നേതാക്കന്മാരെല്ലാം തന്നെ പരസ്യമായി പല ഘട്ടത്തിൽ പറഞ്ഞതാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ ഞങ്ങൾ അനുകൂലിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ സുപ്രീം കോടതി വിധി വരുന്നൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മാസങ്ങൾക്ക് മുമ്പെയാണ് ഈ ഒരു വിധി വരുന്നത്. പക്ഷെ ഈ വിധി വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ നിലപാട് മാറ്റുവാൻ വേണ്ടി BJP കോൺഗ്രസ് നേതൃത്വം ഇവിടെ തയ്യാറായി. അതിന്റെ പേരിൽ ഇവിടെ വലിയ രീതിയിലുള്ള സമരങ്ങൾ സ്ത്രീകളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിനെയെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി നവോത്ഥാന കേരളത്തിലെ മിടുക്കുകളായ സ്ത്രീകൾ രംഗത്ത് വന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മണ്ഡലകാലം മറക്കരുത് എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന BJPക്കാരോട് ഞങ്ങൾ മണ്ഡലകാലമല്ല ഞങ്ങൾക്ക് പ്രധാനം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ജീവിതമാണ് എന്ന് തിരിച്ചു പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകൾ, പ്രത്യേകിച്ചും വടക്കേ മലബാറിലെ സ്ത്രീകൾ ഈ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുന്നത്. ശ്രീമതി സുമാ ബാലകൃഷ്ണൻ, വോട്ടും മതവും കൂട്ടിക്കുഴയ്ക്കരുത് എന്നുള്ളൊരു ഭരണഘടനാ തത്വമുണ്ട്. പക്ഷേ ഒരുപക്ഷെ കേരളം നേരിടുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് അങ്ങനെ അല്ലാത്ത വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്. എന്തുകൊണ്ടാണ് ആ ഭരണഘടനാ തത്വം നടപ്പിലാകാത്തത്? ഒരു ജാതിയുടെയോ ഒരു മതത്തിന്റെയോ പുറത്തു പോകാതെ എല്ലാ മതങ്ങളെയും സമഭാവനയോടുകൂടി കാണുന്നതും മതങ്ങളുടെ മേൽ അധിഷ്ഠിതമായിരിക്കുന്ന നിയമങ്ങളെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം, മറ്റു സ്വാതന്ത്ര്യങ്ങൾ, ഏത് ഭാഷയാണോ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, എന്ത് ഭക്ഷണമാണോ കഴിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിനടിസ്ഥാനമാക്കി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്റേത്. ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് അവരുടെ വോട്ട് സ്വാതന്ത്ര്യ ചിന്തയോടുകൂടി നിഷ്പക്ഷമായി ചെയ്യുവാനുള്ള അധികാരമുണ്ട്. അതിനുവേണ്ടി സ്ത്രീകൾ, ജനാധിപത്യ വിശ്വാസികളായ സ്ത്രീകൾ മുന്നോട്ട് വരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ജാതിയും മതവും വോട്ട് ചോദിക്കുന്ന സമയത്ത് വിഷയമാകേണ്ടതുണ്ടോ? ആകേണ്ടതില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് ജാതിയെയും മതത്തെയും അത്തരം ചിന്തകളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ആകണം. അതുതന്നെയാണ് BJPക്ക് പറയാനുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മതേതരം എന്ന് പറയുന്ന ഇന്ത്യയുടെ ജനാധിപത്യ മതേതര രാഷ്ട്ര ചിന്തയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന, ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് ഭാരതത്തിലുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മണ്ഡലകാലം എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു നരനായാട്ട് നടന്ന കാലമായിരുന്നു. എന്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് ജനാധിപത്യം എന്ന് പറയുന്നത്. എന്റെ സ്വാതന്ത്ര്യമനുസരിച്ച് ജീവിക്കുവാൻ, ചിന്തിക്കുവാൻ, ഭക്ഷണം കഴിക്കുവാൻ ഒക്കെയുള്ള സ്വാതന്ത്ര്യം അതിലുണ്ട്. അപ്പോൾ ശബരിമല എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല. കാരണം 5 വർഷക്കാലം 55 മാസം ഭരിച്ച നരേന്ദ്രമോദി സർക്കാരിന്റെ 250-ലധികം സാധാരണക്കാർക്ക് ചെയ്തു കൊടുത്ത നേട്ടങ്ങൾ മാത്രം മതി നമുക്ക് വോട്ട് ചോദിച്ചു പോകാൻ വേണ്ടി. ശബരിമല ഒരു വിഷയമാക്കേണ്ടതില്ല. പക്ഷേ ശബരിമല എന്ന് പറയുന്നത് ഒരു ആചാര സംരക്ഷണം, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളുടെ വിശ്വാസമാണ് അവിടെ പ്രതിഫലിക്കുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഏറെ ജാതി മത ചിന്തകളും കൂടി മുന്നിൽ നിർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്.
അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്ത്രീ വോട്ടർമാർ എന്താണ് പ്രധാനമായും ചിന്തിക്കുക പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ? ഒരാൾ പറയുന്ന സമയത്ത് ശബരിമലയെ അനുകൂലിച്ച് പറഞ്ഞു, ചിലയാൾ പറയുമ്പോൾ ശബരിമലയെ എതിർത്തുകൊണ്ട് പറഞ്ഞു. എൻ്റെ വീട്ടിനകത്തും അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്നുള്ള സ്ത്രീ സമൂഹം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിനകത്ത് എൻ്റെ അമ്മയെ പോലുള്ള ആളോട് വന്നിട്ട് അല്ലെങ്കിൽ അമ്മൂമ്മയെ പോലുള്ള ആളോട് നമ്മൾ ഒരിക്കലും പോയിട്ട് പറയുന്നില്ല ഇതാ ഇന്ന് നിങ്ങൾ ശബരിമലക്കേക്ക് പോകണം. ഏതൊരു അടിസ്ഥാനത്തിന് പേരും നമ്മൾ ശബരിമലക്കേക്ക് പറഞ്ഞേക്കുന്നില്ല. ഒരു രാജ്യത്തിനകത്ത് ഭരണഘടനയെ അനുകൂലിച്ച് മാത്രം പ്രവർത്തിക്കുന്നത് മാത്രമേ ഈ സർക്കാർ ഇന്ന് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിനെ ഒരിക്കലും നമുക്ക് എതിർത്ത് പറയാൻ വേണ്ടി സാധിക്കില്ല. ഇത്രയധികം മതചിന്ത വന്നതിന് പിറകിൽ ആരാണ്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തെ പ്രതികൂട്ടിൽ നിർത്തേണ്ട ആവശ്യമുണ്ടോ? എല്ലാം ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന രീതിക്കകത്തേക്കാണ് ഇന്ന് ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാറണം, നല്ലൊരു ഭരണം. ഇപ്പൊ പറയുമ്പോ കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുണ്ട് ജാതി ചോദിക്കാൻ പാടില്ല, മതം ചോദിക്കാൻ പാടില്ല എന്ന് അവരുടെ പൂർവികർ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് ഇപ്പോൾ BJP-ക്കാർ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നോ അന്ന് മാത്രമേ ഈ ഇന്ത്യ നന്നാവാൻ വേണ്ടി പോകുന്നുള്ളൂ. ഭക്തിപ്രസാദ് സേത്തിയും പ്രേരണകുമാരി അടക്കമുള്ള യങ് ലോയേഴ്സിന്റെ ആളുകളാണ് കേസ് കൊടുത്തത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണ് സുപ്രീം കോടതി എല്ലാ വിഭാഗം ആളുകളെയും വിളിച്ചു ചേർത്ത് അന്വേഷണം, എല്ലാ വിധത്തിലുള്ള അന്വേഷണങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷമാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനമാകാമെന്നുള്ള സുപ്രീം കോടതി വിധി വന്നത്. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയെ അനുസരിക്കുക എന്നതല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ള രീതിയിലാണ് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോയിട്ടുള്ളത്. ആ രീതിയിൽ ശബരിമലയിൽ പ്രവേശിച്ച സ്ത്രീകളെ തേങ്ങ കൊണ്ടെറിഞ്ഞ് ഓടിക്കുന്ന സ്ഥിതി, ഭക്തരായിട്ടുള്ള സ്ത്രീകളാണ് ശബരിമലയിൽ പോകുന്നത്. ആ ഭക്തരായിട്ടുള്ള സ്ത്രീകളെ പ്രായഭേദമന്യേ എല്ലാവർക്കും പ്രവേശനം കൊടുക്കാമെന്നാണ് സുപ്രീം കോടതി വിധിയിലുള്ളത്. അവിടെ പ്രായപരിധിയില്ല. ഈ പ്രായപരിധി ജനറ്റിക്കായിട്ടുള്ള കുറെ പ്രത്യേകത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ആർത്തവം എന്ന് പറയുന്നത് അശുദ്ധിയാണ് എന്ന് പറഞ്ഞ കോടതി വിധി അത് ഭരണഘടനയിൽ തന്നെ എടുത്തു കളയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അവസരത്തിലാണ് ശബരിമലയിൽ പോകുന്ന സ്ത്രീകൾക്ക് നേരെ ഇവിടെ ഇപ്പൊ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആളടക്കമുള്ള ആളുകൾ വലിയ രീതിയിൽ കൊടി പിടിച്ചിട്ടും കൊടി പിടിക്കാതെയും പ്രകടനം നടത്തിക്കൊണ്ട് ശബരിമലയിലേക്ക് പോകുന്ന ആളുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിന് ആഹ്വാനം ചെയ്തത് ഇടതുപക്ഷത്തിന് നേരെ വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ളത്. അപ്പോ ആ ശബരിമല എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു വിഷയമേ അല്ല എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ഒരു ഡിബേറ്റിനകത്ത് ഈ രീതിയിലുള്ളൊരു ഇത് കൊണ്ടുവരുന്നത് തന്നെ തെറ്റാണ്. ഇത്രയും ജാതി മത ചിന്തകൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ അവർ സംസാരിച്ചു കഴിഞ്ഞല്ലോ, ഇത് രണ്ടു കൂട്ടരും ഉത്തരവാദിത്തമുള്ളവരാണ്. കാരണം ഇവിടെ ഒരുപാട് സുപ്രീം കോടതി വിധി, സംസ്ഥാന ഹൈക്കോടതി വിധിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നടപ്പിലാക്കാത്ത കേരള സർക്കാർ ഈ വിധി നടപ്പിലാക്കാൻ കാണിച്ച ശുഷ്കാന്തി അത് നമുക്ക് കേരള ജനങ്ങൾക്ക് മനസ്സിലാവണ്ടേ? അതോടൊപ്പം ഇവിടെ ഒരു സുപ്രീം കോടതി വിധി വന്നു. ഇവിടെ ഭരിക്കുന്നത് BJP ഗവൺമെന്റ്. ആ ഗവൺമെന്റിന് ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നാൽ മാറ്റാവുന്നതേ ഉള്ളൂ. ഇതിൽ രണ്ടു കൂട്ടരും ഒരേ ഉത്തരവാദിത്തം. തീർച്ചയായും ഇത് വെറും രാഷ്ട്രീയ മുതലെടുപ്പാണ്. കാരണം ഇവിടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്ക് വേണ്ടി അവർ ക്രിസ്തുവിന്റെ മതത്തിൽ വിശ്വസിക്കാം. എല്ലാ മതത്തിനും അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിച്ചു പോകണം. അതിന് ഭരണഘടന അനുവദിച്ചിട്ടുള്ള ഒരു അവകാശമാണ്. അത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മുടെ വാദം. ഇവിടെ ഇപ്പൊ പറഞ്ഞത് വിശ്വാസിയുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം, തീർച്ചയായും സംരക്ഷിക്കപ്പെടണം. എന്റെ വിശ്വാസമാണ് ശബരിമലക്ക് പോകുന്നത് എന്ന് പറയുമ്പോൾ എന്നെ തടയാൻ ആർക്കാണ് അവകാശം? ഞാനൊരു സ്ത്രീയായി എന്നുള്ളത് കൊണ്ട് ഞാൻ ശബരിമലക്ക് പോകണ്ട എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. എന്റെ വിശ്വാസമാണ് എനിക്ക് ശബരിമലക്ക് പോകണം എന്നുള്ളത്. തീർച്ചയായും മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നവര് ഈ ഒരു കാര്യം വളരെ വ്യക്തമായി ആലോചിക്കേണ്ടതാണ്. നമുക്ക് എന്റെ വിശ്വാസങ്ങളുടെ ഞാൻ എന്താണ്, ഞാൻ ഈ ഇന്ത്യയിലെ ഒരു പൗരയാണ്. എനിക്ക് ശബരിമലക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്ന രീതിയിലല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ 10നും 50നും ഇടയിലുള്ള ആൾക്കാരെ ശബരിമലക്ക് പ്രവേശിക്കരുത്. ഏതിന്റെ അടിസ്ഥാനത്തിൽ? ആർത്തവത്തിന്റെ അടിസ്ഥാനത്തിലോ? 10ന് മുന്നേ ആർത്തവം വരുന്ന എത്ര സ്ത്രീകളെ നിങ്ങൾക്കറിയാം? 50ന് ശേഷം ആർത്തവമുള്ള എത്ര സ്ത്രീകളെ നിങ്ങൾക്കറിയാം? എന്തുകൊണ്ടാണ്? ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? കേന്ദ്ര സർക്കാർ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന് ഇപ്പൊ പറഞ്ഞു. അപ്പൊ മുസ്ലിങ്ങൾക്ക് വേണ്ടി മുത്തലാഖ് നിർത്തലാക്കി. അത് ഹിന്ദുക്കളുടെ ആചാരമല്ല. 3ഉം 4ഉം വിവാഹം കഴിച്ച് മുസ്ലിം സ്ത്രീകളെ അങ്ങനെ ഒരു രീതിയിലേക്ക് മാറ്റുന്ന ആ ഒരു മുത്തലാഖ് നമ്മുടെ മോദിജി ഗവൺമെന്റാണ് നിർത്തലാക്കിയത്. അത് മാത്രമല്ല, ഇപ്പം CPM-ന്റെ അവർ പറഞ്ഞു ഹിന്ദുക്കൾക്ക് വേണ്ടി മുസ്ലിംസിന്റെ, കാരണം ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ട് മുസ്ലിം വിധവകൾക്കും ന്യൂനപക്ഷ വിധവകൾക്കും മറ്റും വീട് വെക്കേണ്ടയും മറ്റ് സ്കോളർഷിപ്പുകളും അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് ഭൂരിപക്ഷത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല CPM ഗവൺമെന്റ്. അതിനെന്താ പറയാനുള്ളത്?
അതായത് അടിസ്ഥാന ആവശ്യങ്ങളെക്കാൾ കൂടുതൽ എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങൾ ജാതി മത ചിന്തകൾ കൂടുതലായിട്ട് വരുന്നു തെരഞ്ഞെടുപ്പിൽ, ഒരുപക്ഷെ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ? അങ്ങനെ തോന്നുന്നില്ല? അതങ്ങനെ തോന്നേയില്ല. മതം എന്ന് പറഞ്ഞിട്ടൊന്നും ഇപ്പൊ നമ്മളെ പ്രതിനിധിയായിരിക്കുന്ന ആനിയമ്മ രാജേന്ദ്രനാണ്. അങ്ങനെയാണെങ്കിൽ അത് മതം എന്നല്ലേ പറയുന്നത്? ആനിയമ്മ എങ്ങനെയാന്ന് ക്രിസ്ത്യൻ അല്ലേ? എല്ലാവർക്കും അമ്പലങ്ങളിൽ പോവാം. ചില അമ്പലത്തിലുള്ള പൂജാതി കർമ്മങ്ങൾക്ക് വ്യത്യാസമുണ്ട്. നാഗപ്രദക്ഷിണത്തിന് വ്യത്യാസമുണ്ട്, ശിവക്ഷേത്രത്തിന് പ്രദക്ഷിണത്തിന് വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഇതെന്താ ഇപ്പൊ ആദ്യമായിട്ടാണോ CPM കേരളം ഭരിക്കുന്നത്? കുറെ വർഷം CPM ഭരിച്ചില്ല. ആ സമയത്തൊന്നും ഇല്ലാത്ത ഒരു പുതിയൊരു സ്വഭാവം എന്താ ഇപ്പോഴും? നിങ്ങൾക്ക് ദൈവവിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിനെ വിശ്വസിക്കണ്ട. ഞങ്ങൾ ദൈവത്തിനെ വിശ്വസിക്കുന്നവരാ, നിങ്ങൾ വിശ്വസിക്കണ്ട. ഞാനും അതെ. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജാതി മത ശനി ക്ഷേത്രത്തിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചല്ലോ, അപ്പൊ അവിടെ സമരം നടന്നില്ലല്ലോ. ഹാജി അലി ദർഗയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചല്ലോ, അവിടെ സമരം നടന്നില്ലല്ലോ. കേരളത്തിൽ മാത്രമെന്താ ശബരിമലയിലെ പ്രതിഷ്ഠ അയ്യപ്പനാണ്, നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. ഏറ്റവും വലിയ നൈഷ്ഠിക ബ്രഹ്മചാരി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹനുമാനാണ്. ഹനുമാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയെ കുറിച്ചും പറയേണ്ടത്. രണ്ടു കൂട്ടർക്കും നിർത്തലാക്കുക ചെയ്തത്. കാരണം അവരുടെ പ്രതിഷ്ഠയിലേക്ക് അഭിഷേകം ചെയ്യുന്നത് അത് വേറെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ ആർക്കും പ്രവേശിക്കാത്ത രീതിയിലാക്കി ചെയ്ത് ഈ രീതിയിലുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമാകുന്നതിൽ ഒരു കുഴപ്പവുമില്ല. നമ്മളിപ്പോ ഇവിടെ സംവദിക്കുന്നവരൊക്കെ തന്നെ ശബരിമല വിഷയങ്ങളാണ് എടുത്തു കാണിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത്, നേതാക്കൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഈ വോട്ടിനെ നമ്മൾ സമീപിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും ചർച്ചാ വിഷയം ശബരിമല വിഷയം എടുക്കുന്നത്? ഈ നാട്ടിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് എടുത്തു പറയുന്നില്ല? അത് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാൻ വേണ്ടി എന്തുകൊണ്ട് BJP ആയാലും കോൺഗ്രസ് ആയാലും മുന്നോട്ട് വരുന്നില്ല? ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം വോട്ട് ചോദിക്കാൻ വേണ്ടി അഭിമാനത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് സാധിക്കും. സമുദായ സംഘടന നേതാക്കളുടെ സ്വാധീനം കൂടുന്നില്ല എന്ന് ഞാൻ ചോദിച്ചത്, ഈ ശബരിമല എന്ന ഒറ്റ വിഷയത്തിൽ പിടിച്ചു നിൽക്കാതെ മുഴുവൻ മതപരമായ ഒരു വിഷയങ്ങൾക്കകത്ത് നിൽക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് ധ്വനിപ്പിക്കാൻ കൂടിയായിരുന്നു. ഇല്ല എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കില്ല. സമുദായ സംഘടനകളുടെ വോട്ടുകൾ നമ്മൾ ചോദിച്ചവരുടെ അരമനകളിലോ അവരുടെ കേന്ദ്രങ്ങളിലോ പോയതായിട്ട് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് നിൽക്കുമ്പോൾ ആര് വോട്ട് തന്നാലും അല്ലെ ആരെങ്കിലും പിന്തുണ തന്നാലും അതിനെ നിരസിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മൾ എതിർക്കുന്ന സ്വാധീനിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആ കുട്ടി പറയും നമുക്ക് പറയാനുള്ള അവസരങ്ങളും വേണ്ട. ഈ ജനങ്ങളുടെ മുൻപിൽ മിണ്ടാതെ പോകാൻ സാധിക്കില്ലല്ലോ. ചോദ്യത്തിന്റെ ഉത്തരം സാമുദായികമായ വോട്ടുകൾ തേടി ഒരു UDFന്റെ കാൻഡിഡേറ്റും അവരുടെ പുറകെ പോകില്ല എന്നുള്ള ഉറപ്പ് ഞാൻ തരാം. ഇനി ഏതെങ്കിലും സാമുദായിക സംഘടന ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, ഞങ്ങൾക്ക് പിന്തുണ തരുമെന്ന് പറഞ്ഞാൽ ആ വോട്ടുകൾ ഞങ്ങൾ സ്വീകരിക്കും. രണ്ടാമത് ഇവിടെ ആവേശത്തോടെ പറഞ്ഞു അമ്പലത്തിലേക്ക് പോകുന്നു, മറ്റു ജാതിയുടെ കാര്യം പറഞ്ഞില്ല. UPയിലെ ദാദ്രയിലെ മുഹമ്മദ് അദ്ലഖ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത്? അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഫ്രിഡ്ജിനകത്ത് ബീഫ് ഉണ്ട് എന്ന കാരണത്തിൽ. ബീഫ് എന്ന് പറയുമ്പോൾ ഗോമാതാവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. അതുകൊണ്ട് അയാളുടെ വീട്ടിൽ അയാളുടെ ഫ്രിഡ്ജിൽ ബീഫ് ഉണ്ടായിരുന്നില്ല. ഒരു ആരോപണം നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ കൊല ചെയ്തു എന്നുള്ളത് നമ്മൾക്കെല്ലാം ഏറെ ദുഃഖം തരുന്നൊരു വിഷയമാണ്. ഒരു മുസ്ലിമാണ്. ഇവിടെ മുസ്ലിങ്ങളെ ദളിതരെ പീഡിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഭരണ സംവിധാനമാണ്. ഹിന്ദു വർഗീയതയാണ് ഈ നാട്ടിലുള്ളത്. BJPയുടെ ഹിന്ദുത്വം എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന സങ്കുചിത ഹിന്ദുത്വമല്ല. ഇന്ത്യയിൽ താമസിക്കുന്ന, ഭാരതത്തിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും ഹിന്ദുക്കളാണ് എന്ന കാഴ്ചപ്പാടാണ് BJPയുടെ കാഴ്ചപ്പാട്. ഇത് BJP പറഞ്ഞതല്ല, പരമോന്നത സുപ്രീം കോടതി പറഞ്ഞ വിധിയാണ്. ഈ ഭാരതത്തിൽ താമസിക്കുന്ന മുഴുവൻ ആളുകൾ ഹിന്ദുക്കളാണ്. നിങ്ങൾ കൂവിയിട്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ കൂവും. പിന്നെ ഫ്രിഡ്ജില് മാംസം ഇരുന്നു എന്നതിന്റെ പേരില്ല, ബീഫ് ഇരുന്നു എന്നതിന്റെ പേരില്ല. കേരളത്തിൽ ബീഫ് നിരോധിച്ചില്ല. പക്ഷെ ഈ കേരളത്തിലെ മുഴുവൻ സ്ഥലത്ത് മുഴുവൻ കലാലയങ്ങളിലും ബീഫ് വെച്ച് ഭക്ഷണം കൊടുത്ത ആളുകളാ CPMന്റെ ആളുകള് ആയിരുന്നില്ലേ? CPMന്റെ ആളുകൾ കഴിക്കുന്നവരുടെ വോട്ട് വേണ്ട എന്ന് നിങ്ങൾ പറയോ? ബീഫ് കഴിക്കുന്നവരുടെ വോട്ട് വേണ്ട BJP കഴിക്കല്ലേ എന്ന് പറഞ്ഞിട്ടില്ല. BJP ഒരാളോട് ബീഫ് കഴിക്കുന്നവരുടെ വോട്ട് വേണ്ട എന്ന് BJP പറയട്ടെ. BJP ഒരാളോട്
നടക്കേണ്ടത്. കഴിക്കലേ എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ വെറുതെ വളച്ചൊടിക്കരുത് കാര്യങ്ങളെ. ഒരാളോളം ബീഫ് കഴിക്കരുത് എന്ന് BJP പറഞ്ഞിട്ടില്ല. മാത്രമല്ല കണ്ണൂരിൽ വെച്ചിട്ടാണ് ഒരു പശുക്കിടാവിനെ ഈ ശ്രീമതി സുമാ ബാലകൃഷ്ണന്റെ പാർട്ടിക്കാര് അതിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പിന്നെ പ്രസിഡന്റ് എന്ത് ചെയ്ത് ഇവിടെ വെച്ച് കഴുത്തറുത്ത് കൊടുന്നു. ഹീനമായ പ്രവൃത്തി മനുഷ്യരുടെ മുമ്പിൽ വെച്ച്. എന്നിട്ട് ബീഫിനെതിരെ പ്രസംഗിക്കുക. എന്തിനാണ് അവിടെ കൊന്നത്, അവിടെ ആരാണ് കൊന്നത്, ഏത് രൂപത്തിലാണ് കൊന്നത് എന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകൾ തുറന്നു നോക്കിയാൽ അറിയാം. ബീഫ് കൈവശം വെച്ചതിനല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക ഗോത്രവർഗത്തിന്റെ ഇടയിൽ, ആ വർഗത്തിന്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന വർഗത്തിൽ പശുവിനെ മോഷ്ടിച്ചിന്റെ പേരിൽ ആ ആളുകൾ തല്ലിക്കൊന്നതാ. അത് നരേന്ദ്രമോദിയുടെ തലയിലേക്ക് ഒരു മനുഷ്യരെ തല്ലിക്കൊല്ലാനുള്ള ഒരു അവകാശം എങ്ങനെ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. പാപ്പണം കൊടുക്കേണ്ട തല്ലിക്കൊല്ലാനുള്ള അവകാശം ആർക്ക് കൊടുത്തു? പട്ടിണിക്ക് മാത്രമല്ല, BJP മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ബാബറി മസ്ജിദ് 1992 ഡിസംബർ 6 ഇവര് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ ഒത്താശയോടുകൂടി ഇന്ത്യയുടെ ഏറ്റവും മതേതരത്തിന്റെ പ്രതീകമായ ബാബറി മസ്ജിദ് പൊളിച്ചിട്ടില്ലേ നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും വരുമ്പോ രാമന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വോട്ട് പിടിക്കുന്നില്ലേ? അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് കബീറിന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് ക്രിസ്ത്യാനിയുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുന്നില്ല? പണ്ഡിറ്റ് പറഞ്ഞത് എനിക്ക് പറയാൻ അവസരം തരണം. ആനിയമ്മ പറഞ്ഞതിൽ ഒരു തിരുത്ത് വേണം. കാരണം ആനിയമ്മ പറഞ്ഞത് ഇന്ത്യയിൽ ജീവിക്കുന്ന, ഇവിടെ ജീവിക്കുന്ന എല്ലാവരും എന്താ ഹിന്ദുക്കളാണെന്നുള്ളതാണ്. നിങ്ങൾ മറക്കാൻ പാടില്ല, ആസിഫ എന്ന് പറയുന്ന 8 വയസ്സുകാരിയെ BJPയുടെ നേതൃത്വം ആലോചിച്ചുകൊണ്ടാണ് കാശ്മീരിനകത്ത് 20ഓളം വരുന്ന മുസ്ലിം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവരെ ആട്ടി ഓടിക്കണമെന്ന BJP നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം ആ പെൺകുഞ്ഞിനെ, ഈ മുസ്ലിം കുടുംബത്തിന്റെ പെൺകുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട്, ഞാൻ പറയുന്നത് അതുകൊണ്ടല്ല, ഞാൻ പറയുന്നത് തെളിവോടുകൂടിയാണ് ഞാൻ പറയുന്നത്, പീഡിപ്പിച്ച് കൊന്നിട്ട് ആ പ്രതികൾക്ക് വേണ്ടിയിട്ട് സ്വന്തം പതാകയുമായി റോഡിൽ മന്ത്രിമാർ, BJPയുടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സംഘല്ലേ പ്രകടനം നടത്തിയത്. എന്നിട്ടാണോ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ബലാത്സംഗം കൊല്ലുക, എന്നിട്ട് അവർക്ക് വേണ്ടി പ്രകടനം നടത്തുക? അതല്ലേ BJPക്കാർ ചെയ്യുന്നത്? അപ്പോ ചേച്ചി പറഞ്ഞു ഇവിടെ ആരെയും തല്ലിക്കൊല്ലാനുള്ള അവകാശം കൊടുക്കുന്നില്ല എന്ന്. പിന്നെ വെട്ടിക്കൊല്ലാനാണോ അവകാശം കൊടുത്തിട്ടുള്ളത്? ഇവിടെ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ വെട്ടിക്കൊന്നവരുടെ ലിസ്റ്റ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. തല്ലിക്കൊല്ലാൻ മാത്രമല്ല, വെട്ടിക്കൊല്ലാനുള്ള അവകാശം ഇവിടെ കൊടുത്തിട്ടുണ്ടോ? വിഷയത്തിൽ നിന്ന് മാറണ്ട. ഇവിടെ കേരളത്തിലെ 2 പാർട്ടിക്കാരും വേറെ വേറെ സ്ഥാനത്താണ് മത്സരിക്കുന്നത്. പക്ഷെ കേന്ദ്രത്തിലേക്ക് ഇവര് 2 പേരും ഒരുമിച്ചിട്ടാണ്. പിന്നെ എന്തിനാണ് ഈ വേറെ വേറെ പോണ്ട ആവശ്യം? ഇവർക്ക് ഒറ്റ സ്ഥാനാർത്ഥിയായി നിന്നാ പോരെയായിരുന്നു? എന്തിനാ 2 പേരും? കാണുന്നുണ്ട്, കോൺഗ്രസ് BJPയുമാണെന്ന്. കോൺഗ്രസ് BJPയും ചേർന്ന് ധാരണയുണ്ടാക്കി വടകര മത്സരിക്കേണ്ട ഒരാളെ നിർത്തിയിട്ടുണ്ടല്ലോ. അതൊക്കെ ഈ നാട്ടുകാർക്ക് പരസ്യമാണ്. എവിടെയാണ് നിങ്ങൾ ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇവിടെ മാത്രമേ, കേരളത്തിൽ മാത്രം 2ആയിട്ട് നിൽക്കുന്നത്. ഒറ്റ സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾക്ക് നിന്നാ പോരെയായിരുന്നു? കേന്ദ്രത്തിൽ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കേണ്ടത് ആവശ്യം അത്രയേ ഉള്ളൂ. പിന്നെ എന്തിനാ ഇവിടെ നിൽക്കേണ്ട ആവശ്യം? മൈക്ക് കിട്ടിയാലും അത് പിണറായി വിജയനായാലും കോടിയേരിക്കായാലും ഈവൻ ദിവ്യക്കാണേലും മൈക്ക് കിട്ടിയാൽ പറയും കോൺഗ്രസുകാരും BJPയുടെ ഒപ്പമാണ്, BJPക്ക് ദിവ്യ പറഞ്ഞു ശനീശ്വര ക്ഷേത്രത്തില് അവിടെ സ്ത്രീകൾക്ക് ഇപ്പൊ ഇത് എണ്ണ ഒഴിക്കാനുള്ള അവകാശം കൊടുത്തു ബിംബത്തിലേക്ക്, ശനീശ്വര ക്ഷേത്രത്തില് ശിവന്റെ ലിംഗത്തിലേക്ക്. അത് എങ്ങനെയാന്നുള്ളത് ആണുങ്ങൾക്ക് നേരിട്ടിട്ട് ചെയ്യാൻ പറ്റുന്ന അവകാശമായിരുന്നു. അത് ഇന്ന് നിങ്ങൾ കേസ് നടത്തിയിട്ട് എന്താന്ന് വെച്ചാൽ ഒരു പാർട്ടി കെട്ടി തിരിച്ചിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ദൂരെ മാറിയിട്ട് ഒരു വേലിന്റെ പുറത്തുനിന്ന് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഇതിലേക്ക് വരിക ചെയ്യുന്നത്. അതാണ് ഇപ്പം ഉണ്ടായത്. ആണുങ്ങൾക്കും കൂടിയുള്ള അവകാശം പോയി കിട്ടി.
അതാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. പറഞ്ഞോട്ടെ, എനിക്ക് നമ്മളെ വിളിച്ചു വരുത്തി എന്തിനാ പറയാനല്ലേ? ഇവിടെ പറഞ്ഞു വരുന്നത്, ഇവിടെ ഏത് മൈക്ക് ആർക്ക് കിട്ടിയാലും അവര് പറയുന്നു കോൺഗ്രസ് BJPയുടെ കൂടെയാണ്. രണ്ടാമത് ഇവിടെ അത് കേൾക്കട്ടെ, ഇവര് പറഞ്ഞോട്ടെ, ഇവർ എത്ര വേണേലും പറഞ്ഞോട്ടെ. ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, പേപ്പട്ടിയെ തല്ലിക്കൊല്ലി, ആ ഭീമൽ വിഷയത്തിലേക്ക് വരുന്നത്. ഇവിടെ പ്രചരിപ്പിക്കുന്ന വലിയൊരു കള്ളവാർത്തയുണ്ട്. എന്താ കള്ളവാർത്ത എന്നറിയാവോ? ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥി ശ്രീ K. സുധാകരൻ, അദ്ദേഹത്തെ സമീപിച്ചത് BJP സമീപിച്ചിട്ടുണ്ടാവും, ഞങ്ങൾക്കറിയില്ല. നമസ്കാരം. കഴിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അത്ര നല്ല സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നില്ല. ഒരാളോടും നേരായിട്ട് സ്വയം സംസ്കാരത്തിൽ വാ. എനിക്ക് പറയാനില്ല. ആദ്യത്തെ പ്രതിപക്ഷ നേതാവായ AKGയുടെ പാർട്ടി 9 സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷമായ പാർട്ടി, 3 സംസ്ഥാനങ്ങൾ ഭരിച്ച പാർട്ടി ഇപ്പൊ എവിടെ എത്തി? അത് ഇവരുടെ കയ്യിലിപ്പ് കൊണ്ടല്ലേ ഇങ്ങനെയുള്ള സ്ഥിതിയിലെത്തി. കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പൊ ഇന്ത്യയിൽ നടന്നല്ലോ. അതിൽ BJPയുടെ അവസ്ഥ എന്താ? അത് നോക്കിയാൽ മതി. എന്തായി BJPയുടെ അവസ്ഥ എന്നുള്ളത്. അധികാരം പോയല്ലോ. കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ളത് ഇവിടുത്തെ സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകളാണ്. കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് നാൽപ്പാടി രാഷ്ട്രീയം ആ മറുപടി അല്ല, അതിവിടെ വിഷയമായി കൊണ്ടുവന്നു. കൊലപാതക രാഷ്ട്രീയത്തിന്റെ ആളുകളാണ് ഇടതുപക്ഷം എന്ന് പ്രചരിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഈ ഡിബേറ്റ് പോയിട്ടുള്ളത്. കൊലപാതക രാഷ്ട്രീയത്തിന്റെ ആളുകളാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ ഡിബേറ്റ് നിങ്ങൾ കൊണ്ടുപോയി. അതുകൊണ്ടാണ് അത് പറയേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ കൊലപാതകം നമ്മുടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കൊലപാതക രാഷ്ട്രീയത്തിനെ അനുകൂലിക്കുന്നവരല്ല. കാസർഗോഡെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടോ? മട്ടന്നൂരിലെ കൊലപാതകോ, അരിയിൽ ഷക്കൂറിന്റെ കൊലപാതകോ, എത്ര കൊലപാതകങ്ങള്. നിലമ്പൂരിലെ ഒരു സ്ത്രീയെ ചാക്കിൽ കെട്ടി കുഴിച്ചിട്ട് ആരും പറഞ്ഞിട്ടില്ല. നിലമ്പൂരിന്റെ കാര്യം അതിന്റെ കൂടെ പറഞ്ഞു. ഇവിടുത്തെ സ്ഥാനാർത്ഥി കേരളത്തിലെ നല്ല ഭാരതത്തിലെ മുഴുവൻ സ്ത്രീകളെ അപമാനിച്ച സ്ഥാനാർത്ഥിയാണ്. അവരെന്താ പറഞ്ഞത്? നമ്മൾ അമ്പലങ്ങളിലേക്ക് പോകുമ്പോൾ എത്ര കുടിച്ചു പട്ടുവസ്ത്രം ധരിച്ചാലും അവിടെ ചെന്ന അമ്പലക്കുളത്തിൽ നമ്മൾ മുങ്ങി നമ്മുടെ ശരീരത്തെ സൂര്യനെല്ലി പെൺകുട്ടിയെ ബാല്യവേശ്യ എന്ന് വിളിച്ചിട്ടുള്ള നേതാവാണല്ലോ UDFന്റെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് കാര്യം പറയേണ്ട ആവശ്യമില്ല. ശ്രീമതി ടീച്ചറുടെ പ്രസംഗം വളച്ചൊടിച്ചിട്ട് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സ്ത്രീകളെന്നും ആരും ധരിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായി പ്രസംഗം കേൾക്കാതെ അതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല. വാട്സപ്പുകളിൽ ആ പ്രസംഗം ഉണ്ട്. വാട്സപ്പ് അവിടെ നിൽക്കട്ടെ. പ്രസംഗം എന്തായിരുന്നു? സ്ത്രീകളെ വസ്ത്രം ധരിച്ചിട്ട് കുളത്തിൽ മുങ്ങിയിട്ട് നല്ലത പൂജാരിയെ കാണിക്കാൻ പോകുന്നു എന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീമതി ടീച്ചർ പറഞ്ഞതാ. ന്യായീകരിക്കണ്ട. സ്ത്രീകളെ അപമാനിച്ച ഒരു സ്ഥാനാർത്ഥി അവർക്ക് സ്ത്രീകളുടെ വോട്ട് കിട്ടുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്, കെട്ടുകയല്ല. ഉണങ്ങിയ വസ്ത്രങ്ങളിട്ട് അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തില് അമ്പലക്കുളത്തിൽ മുങ്ങി വേണം വീണ്ടും അമ്പലത്തിലേക്ക് കയറാൻ. അത് പൂജാരിയെ നഗ്നത കാണിക്കാനാണ് പറഞ്ഞത്. ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. മാറ്റങ്ങൾ പൂജാരിയെ കാണിച്ചതിന് മാറ്റം. നിങ്ങൾക്ക് ഈ രീതിയിലേക്ക് ഞങ്ങൾ ആ പ്രസംഗം കേട്ടതാണ്. ശ്രീമതി ടീച്ചർ എടുക്കുന്നതല്ല. അല്ല, നമുക്ക് ബഹുമാനത്തിൽ വിളിക്കട്ടെ. ടീച്ചറോട് MP രാഗം പറഞ്ഞത് ഈ കണ്ണൂരുകാരും മറന്നിട്ടില്ല കേട്ടാ. കുളിച്ചിട്ട് തൊഴാൻ പോകുന്ന കാര്യം ടീച്ചർ അങ്ങനെയായിരിക്കും. ടീച്ചർ പാർട്ടി ഓഫീസിൽ പോയാൽ കുളിക്കണമായിരിക്കും അമ്പലത്തിൽ കയറണമെങ്കിൽ. പക്ഷെ നമുക്ക് അമ്പലത്തിൽ പോകാൻ. നമ്മുടെ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഒരു ഓഫീസിൽ വെച്ചിട്ടും സ്വന്തം ഓഫീസ് അടിച്ചു വാരുന്ന പെണ്ണിനെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്താക്കിയിട്ടുള്ള കോൺഗ്രസ് ഇവിടെയുണ്ട്. ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്ത് കലാപ ബാധിതരായിട്ടുള്ള ആയിരക്കണക്കിന് സ്ത്രീകളെയാണ് സ്വന്തം ഓഫീസിലേക്ക് കൊണ്ടുവന്ന BJP നേതാക്കന്മാരെ ബലാത്സംഗം ചെയ്തത്. അല്ലാതെ അനാവശ്യമായ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ എന്തിനാ അസ്വസ്ഥരാവുന്നത്? ശ്രീമതി ടീച്ചർ കണ്ണൂർ മണ്ഡലത്തിൽ വിജയിക്കും. അതിന് അസ്വസ്ഥതയാ നിങ്ങൾക്കെല്ലാം. ടീച്ചർ ജയിക്കും, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഏതായാലും ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ആളിക്കത്തിയ മണ്ഡലങ്ങൾ പിന്നിട്ടുകൊണ്ടാണ് ഈ വടക്കൻ മലബാറിൽ പെൺവോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പറയാതെ വയ്യ, ജാതി മത ചിന്തകൾക്കപ്പുറത്തേക്ക് മറ്റു വിഷയങ്ങൾ തന്നെ പ്രചാരണത്തിന് മുഖ്യ വിഷയമാകുന്നുണ്ട് വടക്കൻ മലബാറിൽ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അത് പറഞ്ഞുകൊണ്ടുകൂടിയാണ് പെൺവോട്ട് ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.